ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമെമ്പർ 2024 റീൽസ് വീഡിയോ എഡിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാം. കാരണം ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ടെംപ്ലേറ്റിൻ്റെ QR കോഡ് നിങ്ങൾക്ക് ഞാൻ ടെലിഗ്രാമിൽ ഇട്ട് തരുന്നതായിരിക്കും. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിടിലനായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എഡിറ്റിംഗ് അറിയാത്തവർക്കും എഡിറ്റ് ചെയ്യാൻ മെനക്കേടുള്ളവർക്കും വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ, വാ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ VN-ലാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെംപ്ലേറ്റ്സിൻ്റെ QR കോഡ് ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മുകളിൽ കാണുന്ന ആ QR കോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ തന്നിട്ടുള്ള QR കോഡ് ഇതിലോട്ടൊന്ന് സ്കാൻ ചെയ്യുമ്പോൾ ആ ടെംപ്ലേറ്റ് വരും. എന്നിട്ട് നിങ്ങൾ താഴെയുള്ള യൂസ് ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് അതിലോട്ട് നിങ്ങൾ ഗാലറിയിൽ നിന്ന് പിക്ചേഴ്സോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളിതിൽ വീഡിയോസാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ക്രോപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏതൊരു ഭാഗത്തെ പോർഷനാണ് വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ വീഡിയോസിൻ്റെ ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇൻസ്റ്റ ID നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഈ ഒരു സോങ് ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സോങ് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള സോങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. മുകളിൽ ഒരു ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റെസൊല്യൂഷൻ 1080 കൊടുക്കുക. മറ്റേത് നിങ്ങളൊരു 60 ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളിട്ട് വീഡിയോ വളരെ സിമ്പിളായിട്ട് തന്നെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ബൈ ബൈ.